NCERT ക്ലാസ് 3 എക്സാം പാറ്റേണിൽ തന്നിരിക്കുന്ന ശബ്ദോം കോ ഉലട്കർ ലിഖിയെ എന്ന ഭാഗത്തിൽ നിന്ന് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ്. ആം കി ഗുഡ്ലി എന്ന് പറയുന്ന പാഠത്തിലെ പേജ് നമ്പർ 39-ലുള്ള എക്സസൈസ് ആണ് നമ്മളിന്ന് പറയുന്നത്. ഗുഡ്ലി കി ബുവായി കാ ക്രം. സൗരഭ് ആം കി ഗുഡ്ലി ബോ രഹാ ഹെ. ക്രം സെ ബതായിയെ കി ഉസ്നെ പഹലെ ക്യാ കിയാ ഹോഗ. അപ്പൊ ഇത് ഓരോന്നും ഈ ഓരോ സെന്റൻസും പാഠഭാഗത്തിൽ നിന്ന് തന്നിട്ടുള്ളതാണ്. അതിന് നമ്മൾ ക്രമീകരിച്ച് 1, 2, 3 എന്ന ക്രമത്തിൽ എഴുതി ആൻസർ ചെയ്യാനാണ് പറയുന്നത്. അപ്പൊ നിങ്ങൾക്ക് ഇത് ക്രമം തെറ്റിച്ചായിരിക്കും തന്നിട്ടുണ്ടായിരിക്കുക. ആദ്യം മുതലുള്ളതൊന്ന് വായിക്കാം. ഒന്നാമത്തെ ധർത്തി പർ പാനി ഡാല. രണ്ടാമത്തെ ഗുർപി സെ ധർത്തി മേ ഗഡ്ഡ ഗോദ. കൊത്തികൊണ്ട് നമ്മൾ അത് കുഴിച്ചു. ഗുഡ്ലി ബോനെ കെ ലിയെ അപ്നി മാ സെ സഹി സ്ഥാൻ കാ സുജാവ് മാംഗ. മാങ്ങയുടെ വിത്ത് കുഴിച്ചിടാനായിട്ട് അമ്മയുടെ അടുത്ത് നിന്ന് ശരിയായ സ്ഥലം എവിടെയാന്ന് ഒന്ന് കാണിച്ചു തരാനോ മാർക്ക് ചെയ്ത് തരാൻ പറയുന്നതാണ്. മാതാപിതാ സെ ഗുഡ്ലി ബോനേക്ക് ഇച്ഛ ബത്തായി. അമ്മയോടും അച്ഛനോടും എനിക്ക് ആ വിത്ത് നടണം, മാങ്ങയുടെ വിത്ത് നടണം എന്നുള്ള ആഗ്രഹം പറഞ്ഞു. ബാൽട്ടി മേം പാനി ലേക്കർ ആയ. ബക്കറ്റില് വെള്ളം എടുത്തുകൊണ്ട് വന്നു. മാതാജി സെ ഗുഡ്ലി ബോനേക്ക് ജാൻകാരി ലി. അമ്മയുടെ അടുത്തു നിന്നും എങ്ങനെ മാങ്ങയുടെ വിത്ത് നടണമെന്ന് ചോദിച്ചു മനസ്സിലാക്കി. ഗഡ്ഡേ മേം ഗുഡ്ലി ഡാൽക്കർ ഉസ് പർ മിട്ടി ഡാലി. ഗഡ്ഡേ മേം ഗുഡ്ലി ഡാൽക്കർ ഉസ് പർ മിട്ടി ഡാലി. കുഴിയെടുത്തതില് വിത്ത് ഇട്ടിട്ട് അതിലേക്ക് മണ്ണ് നിറച്ച് ഗഡ്ഡേ മേം ഗാദ് ഡാലി. കുഴിയില് വളമിട്ട്. ഇതിനെയാണ് നമ്മൾ ഓർഡർ എഴുതുന്നത്. ഇനി ഒന്ന് ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ഉത്തരം വരുന്നത് മാതാപിതാ സെ ഗുഡ്ലി ബോനേക്ക് ഇച്ഛ ബത്തായി. രണ്ടാമത്തെ മാതാജി സെ ഗുഡ്ലി ബോനേക്ക് ജാൻകാരി ലി. മൂന്നാമത്തെ ഗുഡ്ലി ബോനേക്കെ ലിയെ അപ്നി മാ സെ സഹി സ്ഥാൻ കാ സുജാവ് മാംഗ. നാലാമത്തെ ഖുർപി സെ ധർത്തി മേം ഖഡ്ഡ ഗോദ. അഞ്ചാമത്തെ ഖഡ്ഡേ മേം ഖാദ് ഡാലി. ആറാമത്തെ ഖഡ്ഡേ മേം ഗുഡ്ലി ഡാൽക്കർ ഉസ് പർ മിട്ടി ഡാലി. ഏഴാമത്തെ ബാൽട്ടി മേം പാനി ലേക്കർ ആയ. എട്ടാമത്തെ ധർത്തി പർ പാനി ഡാല. ഇത്രയുമാണ് ഇതിന്റെ